ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ്. 25 ജില്ലാ പഞ്ചായത്തിൽ സീറ്റിൽ 16 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ 16 സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കരുവള്ളൂരിൽ ഉഷാ മുരളി മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. മാതമംഗലത്ത് മഹിത മോഹൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്. നടുവിൽ ജോജി വർഗീസ് വട്ടോളി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. പയ്യാവൂരിൽ ബേബി തോലാനി DCC ജനറൽ സെക്രട്ടറി. പേരാവൂരിൽ സജിത മോഹൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി. കൊട്ടിയൂരിൽ ജെയ്സൺ കാരക്കാട് DCC ജനറൽ സെക്രട്ടറി. കോളയാട് അക്ഷിത അനന്തൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്. പാട്യം നിമിഷ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. പന്നന്നൂർ നിഷ നെല്ലിയാട് തൃപ്പങ്കോട്ടൂർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കതിരൂരിൽ അഡ്വക്കേറ്റ് വീണ വിശ്വനാഥ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാരവാഹി. പിണറായിൽ അഡ്വക്കേറ്റ് ജ്യോതി ജഗദീഷ് ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി. കൂടാളിയിൽ സുനിത അബൂബക്കർ ജവഹർ ബാലബഞ്ചിൻ്റെ ജില്ലാ കോർഡിനേറ്റർ. മയിലെ മോഹനൻ മുത്തടുത്ത് അത് ST ആണ്. എരുവശി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ. കല്യാശ്ശേരി P ചന്ദ്രൻ അത് SC ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്. ചെറുപുഴയിൽ ഷിജി മോൾ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ചെറുകുന്ന്. കുറുമാത്തൂരിൽ മോഹൻ കൊത്തിയോട്ട് IYC യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി. ഇത്രയും പേരാണ് നമ്മുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും എല്ലാ രംഗത്തും ഉള്ള കോൺഗ്രസിൻ്റെ വിവിധ പോഷക സംഘടനകളുടെ എല്ലാ ഭാരവാഹികളും ഇതിൽ ഉണ്ട്. നല്ല ഒരു പാനലാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. KSU ഉണ്ട്, ഇതിനകത്ത് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, മഹിളാ കോൺഗ്രസ് ഉണ്ട്, ജവഹർ ബാലബഞ്ച് ഉണ്ട്, ദളിത് കോൺഗ്രസ് ഉണ്ട്. എന്തായാലും KSU പോലെയുള്ളവരാണ് മഹിളാ കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല എല്ലാം KSU എന്ന് പറയാം ഇതിനല്ലല്ലോ. അതെ വനിതകള് 10. വനിതകള് 11 കാണും. 1 ഉഷാ മുരളി, മഹിത മോഹൻ, സജിത മോഹൻ. 45 കഴിഞ്ഞ് 4 ജനറൽ സീറ്റും ഒരു ST 11 ഉണ്ടോ? അല്ല, മനോജ് പറഞ്ഞ ആ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് എത്തിയില്ല, ഞങ്ങളുടെ അടുത്ത് കോർ കമ്മിറ്റിയിൽ എത്തിയിട്ടില്ല. അത് പിന്നെ മനോജിൻ്റെ അടുത്ത് എങ്ങനെ എത്തി എന്നുള്ള കാര്യം അറിയില്ല. എത്തിയാൽ ആ പറഞ്ഞ ആളോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് അത് കിട്ടി എന്നുള്ള കാര്യം ഞാൻ അറിയാത്ത ഒരു കാര്യം എങ്ങനെ മനോജിന് കിട്ടി എന്നുള്ളത് പറഞ്ഞ് ആര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനത് അതിന് കൃത്യമായി മറുപടി പറയാം. അല്ല, ഞാൻ പറഞ്ഞില്ല ആ സംവിധാനം എന്താണെന്നുള്ള നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇനി വീതം വപ്പലമൊന്നുമില്ല. ഇനി ഈ പറഞ്ഞവരെല്ലാം ഗ്രൂപ്പ് എന്ന് മനോജിനറിയോ? ഇല്ലല്ലോ. ഞങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തില്ല. ഇതിനകത്ത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല വീതം വെച്ചിരിക്കുന്നത്. ഇതോരോ പ്രാദേശിക വിജയവും കാര്യങ്ങളും എല്ലാം നോക്കി ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്.
വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ടും വിജയിക്കാൻ പറ്റുന്ന ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാ പ്രദേശത്തും നമ്മൾ നിർത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോയത്, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നാണ് തോമസ് ഐസക് പറയുന്നത്. അല്ല, അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യത്തെ പറ്റി എനിക്കറിയത്തില്ല. സാധാരണ നമ്മൾ ഈ യാത്രയപ്പ് സമ്മേളനമെല്ലാം നടത്തുമ്പോൾ ഒന്നും വളരെ കുറച്ച് ആലങ്കാരികമായി സംസാരിക്കുമല്ലോ, അത് അറിയാലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരിക്കലും ഒരു കാരണവശാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഒരിക്കലും നല്ല നിലയിലല്ല പോയത് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഉള്ളതാണ്. അത് നിങ്ങളെല്ലാവരും ആ ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ കൃത്യമായി കണ്ടിട്ടുള്ളതാണ്. ജില്ലാ ആശുപത്രിയിൽ നടന്ന അഴിമതികളെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള മറ്റൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ധാരണയുള്ളതാണ്. പിന്നെ എങ്ങനെയാണത് പറയുക? അതൊരു യാത്രയപ്പ് സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും മനോജ് മുഖാമുഖം അതിലൊന്നും ഒരു യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. അതാ ഞാൻ വിചാരിച്ച് യാത്രയപ്പ് സമ്മേളനത്തിലെ പറ്റായിരിക്കുന്നു. നമ്മൾ പലതവണയായി ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ജില്ലാ പഞ്ചായത്തിന് മുമ്പിൽ പലതവണ സമരം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ എത്രയോ തവണ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മനോജ് ഒരു മുഖാമുഖത്തിൽ എന്തെങ്കിലും ചോദിച്ചു വന്ന കൂട്ടത്തിൽ അറിയാതെ നാക്കുകൊണ്ട് വന്നാവാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഭാവനയില്ലാതെ ഇത്രയും മോശമായി മുമ്പോട്ട് കൊണ്ടുപോയ ഒരു ജില്ലാ പഞ്ചായത്തിനെ പറ്റി ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയും ഞങ്ങൾക്കറിയില്ല. ഏതായാലും പാർട്ടി നിലപാടല്ല, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നിലപാടല്ല. പാർട്ടിയും UDF-ഉം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധവും ഭരണ മുരടിപ്പും അഴിമതിയും വികസന മുരടിപ്പുമാണ് ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുഖമുദ്ര. അക്കാര്യത്തിൽ ഐക്യജനാധിപത്യമുന്നണി ഒരേ വികാരമാണ്, ഒരേ ചിന്തയാണ്, ഒരേ സമീപനമാണ്. പിന്നെ PP ദിവ്യേൻ്റെ വിഷയം തിരിച്ചടിയാവുമോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. കാരണം PP ദിവ്യക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പുറത്തുവിട്ടുള്ള വിഷയമാണ്. അവർ നടത്തിയിരിക്കുന്ന അഴിമതി ഉൾപ്പെടെ, അതുപോലെ തന്നെ പിന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിനുണ്ടായ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയുന്നതാണ്. ആ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾക്കറിയാം. അവർ സ്വീകരിച്ചത് അതിന് പ്രത്യുപകാരമായി കിട്ടിയിരിക്കുന്നത് ACP ആയിരുന്ന രത്നകുമാറിന് അവിടെ മത്സരിക്കാൻ, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാനുള്ള ഒരു സീറ്റും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മുൻകൂറായിട്ട് തന്നെ ശ്രീകണ്ഠം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയൊക്കെ അവരോധിക്കുകയാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു റോളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അതൊക്കെ തന്നെ ACPയുടെ സ്ഥാനാർത്ഥിത്വം, അതോടൊപ്പം തന്നെ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, ജില്ലയിൽ മൊത്തം ഉണ്ടാകും എന്നുള്ളതാണ്. ഇല്ല, ഇന്നലെ ഞാൻ പുറത്തുവിട്ട ആ സപ്ത സന്ദേശത്തിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളിതൊരു ചോദ്യത്തിന് വേണ്ടിയും എൻ്റെ വ്യൂ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ചോദിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അവിടെ റഫീഖ് ഭീഷണിപ്പെടുത്തി വരണ്ട എന്ന്, വൈശാഖിനെ കൂട്ടരുത് എന്ന് റഫീഖ് ഈ അനീഷ് ജോർജിനോട് പറഞ്ഞ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ റഫീഖ് ആരാന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഈ BLA എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ മരണപ്പെട്ടിട്ടുള്ളവരുടെയും അതുപോലെ ട്രാൻസ്ഫറായി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതിനും അതൊക്കെ എടുത്ത് BLOയ്ക്ക് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ BLOയ്ക്ക് പെട്ടെന്ന് തന്നെ ഈ പിന്നെ SIRൻ്റെ കോപ്പികൾ വിതരണം ചെയ്യണം. അപ്പോൾ അതിന് അവർക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. വില്ലേജ് ഓഫീസറാണ് ഈ വൈശാഖിനോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തെ സഹായിച്ചു കൊടുക്കണമെന്ന്. വൈശാഖിനോട് മാത്രമല്ല, CPMൻ്റെ BLA, BJPയുടെ BLA, രാഷ്ട്രീയ പാർട്ടികൾക്ക് BLA എന്നുള്ള ഒരു ബൂത്തിൽ ഒരു BLAനെ ചുമതലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ടാണ്. ഈ SIRൻ്റെ വന്നപ്പോൾ ഒരു BLA എന്നുള്ളത് വേണമെങ്കിൽ 3 ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ അതിനകത്ത് ഈ BLAമാരുടെ എണ്ണം കൂട്ടും. നമുക്കൊരു BLA മതി. ആ ഒരു BLAനെയും കൂട്ടിയാണ് നമ്മൾ ആ BLOൻ്റെ കൂടെ നമ്മുടെ BLA പോയി. CPMൻ്റെ പോയത് BLA അല്ല, CPMൻ്റെ പോയ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനാണ്. രണ്ടാമത്തെ ദിവസം പോകുന്ന DYFIയുടെ പ്രസോദാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ പോകുന്നത് BLA തന്നെയാണ്. അത് അനുവദനീയമല്ലാത്തതാണ് അവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ആലപ്പുഴമായതുകൊണ്ട് നടക്കും, പിണറായിൽ നടക്കും, അതുപോലെ തന്നെ ആദൂര് നടക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന വോട്ടർ പട്ടിക, നമ്മൾ എന്തിനാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്? നീതിയുക്തമായൊരു വോട്ടർ പട്ടികയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ SIR നടപ്പിലാക്കുന്നതെന്ന് പറയുന്നത്. അതിൽ കുറേ ശരിയാണ്, സത്യമാണ്. BLOമാർക്ക് ആത്മസംഘർഷമുണ്ട്, പണിബാധ്യത കൂടുതലുണ്ട്, അവർ അഡീഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു മാസം ഫുള്ളായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ ഒരു പക്ഷേ സാധിക്കില്ല. കുടുംബപരമായിട്ടുള്ള വലിയ വിഷയങ്ങളുണ്ടാവും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇത് ഈ സമയത്ത് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനെ മറിച്ച് അതും BJPയുമായി താരതമ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഒരു സംഭവം നടന്നാൽ, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊരു ഉദാഹരണമാണ്. ദിവ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJP സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ BJP സമരം നടത്തുന്നതിന് മുമ്പ് സമരം നടത്തിയ കോൺഗ്രസ്സാണ്. അപ്പോൾ നമ്മൾ BJP സമരം തുടങ്ങിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് BJP ഉണ്ട് അതുകൊണ്ട് നമ്മളില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ വിഷയത്തിലും BJP അല്ല ആദ്യം പറഞ്ഞത്. ഈ വിഷയത്തിലും കോൺഗ്രസ് തന്നെയാണ്. BLOയുടെ വിഷയത്തിലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം അഭിപ്രായം പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ BLA പറഞ്ഞു, DC സെക്രട്ടറി പറഞ്ഞു, പിന്നീട് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു, പാർട്ടിയാണ്. അതിനുശേഷമാണ് BJP പറയുന്നത്. അപ്പോൾ BJP ഇതിനകത്തുണ്ട് എന്ന് കരുതി കോൺഗ്രസ് മാറി നിൽക്കണമെന്ന് പറയുന്നതിൽ എന്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്? BJPനെ സഹായിക്കാനാന്ന് പറയുന്നത് എന്താ? ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചില്ലേ, ആ VD സതീഷ് പ്രതിപക്ഷ നേതാവിനെതിരെ BJPയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആർക്കാണ് ബന്ധം? അപ്പോൾ അത് ഇപ്പോൾ പണ്ടുകാലത്ത് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോലീബി സഖ്യം എന്നാണ്. ഇപ്പോഴത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ജനങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് അവർ പറയാത്തത്. ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ് ആണെന്നും രാഹുൽ ഗാന്ധി ആണെന്നും VD സതീശനാണെന്നും സണ്ണി ജോസഫ് ആണെന്നും കൃത്യമായി ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവിടെ നിന്ന് MV ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്ര മനസ്സിലാക്കിയാൽ മതി. CMPയുടെ സീറ്റ് അഴീക്കോട്, അവിടെ സുധീഷ് കടന്നപ്പള്ളി. ഇവിടെയുണ്ട് കുഞ്ഞിമംഗലം CMPക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ അവർ തൽക്കാലം വനിതയായതുകൊണ്ട് അവർ സീറ്റ് അനുവദിച്ചതാണ്. അത് വനിതയായതുകൊണ്ട് അവർ സൗഹാർദ്ദപൂർവ്വം കോൺഗ്രസ് മത്സരിക്കട്ടെ, ജയസാധ്യത തങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതരികയാണ്. ശ്രീകണ്ഠപുരം നഗരസഭയിലെയും മറ്റ് പഞ്ചായത്തുകളിലെ ഒരുപാട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും ഏകദേശമൊക്കെ തീർന്നു വരുന്നുണ്ട്. എല്ലാം അത്തരം കാര്യങ്ങളിൽ മുനിസിപ്പാലിറ്റികളിൽ ശ്രീകണ്ഠ മുനിസിപ്പാലിറ്റി UDFൻ്റെ കാര്യമെല്ലാം തീർന്നു. കോൺഗ്രസിൻ്റെ ചർച്ചകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ തീരും. അറിയാമല്ലോ, ഇത് ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, മുനിസിപ്പാലിറ്റി അല്ല. അപ്പം കുറച്ച് പിന്നെ ചർച്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും.
ഒരു ജനകീയ ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ചർച്ചകൾ അനിവാര്യമാണ്. ഓക്കെ, അല്ല അതിൽ ഞാൻ പറയുന്നത് വിജിൽ മോഹനൻ എന്നുള്ള ഒരു വ്യക്തിക്കല്ല ഇവിടെ പ്രസക്തി. ആ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ്. അത് യുക്തമായ തീരുമാനം പ്രാദേശികമായി എടുക്കും. പ്രാദേശികമായി എടുക്കുന്നില്ല എങ്കിൽ അത് ജില്ലാതലത്തുനിന്ന് എടുക്കും. അല്ലെ ഈ കൊടുക്കുമ്പോൾ പി കെ രാഗേഷ് അടഞ്ഞ അധ്യായമല്ല എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ പറയാം. പക്ഷെ അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പി കെ രാഗേഷ് ചെയ്ത ഓരോരോ പാർട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ, താഴെത്തട്ടിലുള്ള പാർട്ടി നേതാക്കൾക്കും സഹപ്രവർത്തകർക്കുമെതിരെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഇന്നലെ കെ സുധാകരൻ തന്നെ ഇവിടെ നിരത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായി അറിയുന്നതുമാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പാർട്ടിയിലേക്ക് വീണ്ടും പ്രവേശിക്കുമെന്ന് ചോദിക്കുന്നത് തന്നെ അടഞ്ഞ അധ്യായം ആണോ എന്ന് ചോദിച്ചല്ല. അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെറ്റ് തിരുത്തി. സ്ഥിരമായി പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ ലെവലിലേക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. അത് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കെതിരെയാണ് പി കെ രാഗേഷ് എന്ന് നിന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ ഒരേടിക്ക് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തെറ്റുകൾ തിരുത്തി കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിക്കെതിരെ പറയുന്ന ഒരാളെ പാർട്ടിയിലെടുക്കും. എന്തിനാ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ കൃത്യമായി ഇന്റർവ്യൂവിൽ എടുക്കുന്നതല്ലേ മനോജ്? അത് റിബല് ഉണ്ട്. റിബല് സാധാരണ ഇപ്പൊ ഇനി ചിലപ്പോൾ ഇനിയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ റിബലുകൾ ചിലപ്പം വരുമായിരിക്കും. അതൊക്കെ അതല്ലേ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിലും ലീഗിലും എല്ലാം ഉണ്ട്. അവരൊക്കെ ലീഗിലുണ്ടാവും, മറ്റു പാർട്ടികളിലൊക്കെ ഉണ്ടാവും. സാധാരണ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവിടെ റിവ്യൂകളെല്ലാം വരാറുണ്ട്. അതൊക്കെ പറഞ്ഞു തീർക്കലല്ലേ സാധാരണ ചെയ്യുന്നത്. ഇത് പുത്തൻ പ്രോസസ്സല്ലല്ലോ. ലീഗിന് കിട്ടാത്തത് ലീഗിന് കൊടുക്കാതെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അത് കോൺഗ്രസിന്റെ സീറ്റല്ലേ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഈ പറയുന്നത്? കോൺഗ്രസിന്റെ സീറ്റാണ്. പിന്നെ ഒരു സ്ഥാനാർത്ഥി എവിടെയും മാറ്റാൻ സാധിക്കും. കോൺഗ്രസിന്റെ ഇല്ല 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 അല്ല, അത് ആരോ ഇന്ന് എന്നോട് രാവിലെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ധാരണയൊന്നും നമ്മൾ വെൽഫെയർ പാർട്ടിയായിട്ട് ഡയറക്റ്റ് ധാരണയില്ല. ആരെങ്കിലും ആരുടെയെങ്കിലും സീറ്റ് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. നമ്മളുമായിട്ട് ഒരു ധാരണയിലും നമ്മളിവിടെ ഔദ്യോഗികമായി വെൽഫെയർ പാർട്ടിയുമായി UDF രാഷ്ട്രീയ ധാരണയില്ല. അല്ല, ആരിപ്പോ അവരത് വെക്കുന്നത് തിരുത്താൻ വേണ്ടി നമ്മൾ പറയാം. അതാണ് കൃത്യമായി പറഞ്ഞത്. ഔദ്യോഗികമായി UDF വെൽഫെയർ പാർട്ടിയുമായി ധാരണയില്ല. പറഞ്ഞ കേട്ടില്ല.